Collection and classification of data, primary data and secondary data. Data can be collected in two different ways. One way is to collect data directly from the respondent. The person who answered the question of the investigator is called a respondent. Statistical information thus collected is called a primary data, and the sources of such information is called a primary sources. This data are original because it is collected for the first time by the investigator. അതായത് ഒരു ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാണ് പ്രൈമറി ഡാറ്റ. അതായത് റെസ്പോണ്ടന്റിൽ നിന്നും, അതായത് നമ്മൾ ആരിൽ നിന്നാണോ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അവരെയാണ് നമ്മൾ റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. അവരിൽ നിന്നും ഡാറ്റകൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഒരു സോഴ്സസ് ഓഫ് സച്ച് ഇൻഫർമേഷൻ ഈസ് കോൾഡ് പ്രൈമറി സോഴ്സ്. അതിന്റെ സോഴ്സിനെ പ്രൈമറി സോഴ്സ് എന്നും പറയും. ഈ ഒരു ഡാറ്റ പ്രൈമറി ഡാറ്റയാണ് ഒറിജിനൽ ഡാറ്റ, കാരണം അത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദി ഒറിജിനൽ ഡാറ്റ. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് പ്രൈമറി ഡാറ്റ. റെസ്പോണ്ടന്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നുവെങ്കിൽ ആ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് ആദ്യമായിട്ട് ഇൻഫർമേഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഡാറ്റയെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അത് ഒറിജിനൽ ഡാറ്റയാണ്, കാരണം നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യാണ്, നേരിട്ട് കളക്ട് ചെയ്യാണ്. രണ്ടാമത്തേതാണ് സെക്കൻഡറി ഡാറ്റ. Another way is to adopt the data already collected by someone else. The investigator only adopt the data. Statistical information thus obtained is called secondary data. The sources of such information is called secondary source. ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ്, ഒറിജിനൽ ഡാറ്റ എങ്കിൽ അതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരോ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് നമ്മൾ പിന്നീട് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സിനെയാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സോഴ്സ് വഴിയും സെക്കൻഡറി സോഴ്സ് വഴിയും നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. മെത്തേഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. ഒറിജിനൽ ഡാറ്റ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് വിവിധ മെത്തേഡുകൾ ഉപയോഗിക്കാം. അതിലൊന്നാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ. In this method, the investigator has to be face-to-face with the person from whom he wants information, and the person from whom this information is collected is called respondent. അതായത് പ്രൈമറി ഡാറ്റ നമ്മൾ ആദ്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പല മെത്തേഡുകൾ ഉപയോഗിക്കാം. അതിലൊന്നാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ. ആരിൽ നിന്നാണോ നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടത് അയാളെ നേരിട്ട് മീറ്റ് ചെയ്ത്, ഫേസ് ടു ഫേസ് ആയി മീറ്റ് ചെയ്ത് അയാളിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡിനെയാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, ഇന്റർവ്യൂവർ ആണ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നേരിട്ട് ആരിൽ നിന്ന്, റെസ്പോണ്ടന്റിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റർ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ. സെക്കൻഡ് ആണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. Under this method, data are collected through indirect sources. Under this method, questions relating to the inquiry are put to different persons and their answers are recorded. This method is most suitable when the person from whom the information is sought is either unavailable or unwilling.
അതായത് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂവിൽ നമ്മൾ നേരിട്ടാണ് വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്കിൽ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. നമുക്കിപ്പോ ആരേനെ കുറിച്ചെങ്കിലും അല്ലെങ്കിൽ എന്തിനെ കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് ആ ഒരു സോഴ്സിൽ നിന്നും വിവരങ്ങൾ അറിയുന്നതിന് പകരം മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ അറിയുന്നതാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ എ എന്നുള്ള വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ എ എന്നുള്ള വ്യക്തി അവൈലബിൾ അല്ല, അയാളെ കുറിച്ച് നമുക്ക് നേരിട്ട് വിവരം ശേഖരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ എ എന്നുള്ള വ്യക്തി ആവശ്യമുള്ള വിവരങ്ങൾ നൽകാൻ വില്ലിങ് അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയെ കുറിച്ച് അറിയുന്ന മറ്റൊരു വ്യക്തിയാണ് ബി എന്നുള്ള വ്യക്തി. അപ്പൊ എ എന്നുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ബിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ബിയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എ എന്നുള്ള വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ബി എന്നുള്ള വ്യക്തിയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അത്തരം മെത്തേഡാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. In this method, a list of questions called a questionnaire is prepared and sent to respondents either through a post or given personally to them. ഇത് പൊതുവെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അതിപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ കാര്യങ്ങളായാലും ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിലെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാല് റെസ്പോണ്ടന്റ്, നമുക്ക് ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അയാൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് അയാൾക്ക് നൽകും. ആ നൽകുന്നത് ഒന്നെങ്കിൽ നേരിട്ട് കൈവശം കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. അപ്പൊ ഏത് വ്യക്തിയിൽ നിന്നാണോ വിവരം ശേഖരിക്കേണ്ടത് അയാളിൽ നിന്ന് എന്ത് വിവരങ്ങളാണോ ലഭിക്കേണ്ടത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി അത് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കൈമാറുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വേർ ദ ഫീൽഡ് സ്റ്റഡി ഓഫ് എൻക്വയറി ഈസ് വൈഡ്. അതായത് നമുക്ക് വലിയൊരു ഭൂപ്രദേശത്തു നിന്നാണ് അല്ലെങ്കിൽ വലിയൊരു ഏരിയയിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എങ്കിൽ അതിന് കുറച്ചും കൂടെ അനുകൂലം. നേരിട്ട് ചെന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. There are some advantages of using primary data. The investigator can collect the data according to his requirement. It is reliable and sufficient for the purpose of investigation. However, it suffers from disadvantages also, and it involves a lot of cost in terms of money, time, and energy. This may be unsuitable when the field of inquiry is very, very large. Many times with some modification, same purpose may be served by using the data collection by other persons or agencies. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒരുപാട് മെച്ചമുണ്ട്. അയാൾക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂവർക്ക് അയാൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ ഇതൊരു കാരണമാകും. കാരണം ആ ക്വസ്റ്റ്യൻസ് അയാൾ അതിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ വളരെ നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നതിന്റെ പണത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നതിൻ്റെതായിട്ടുള്ള എനർജി വേസ്റ്റ്, ടൈം വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഒരു പരിധി വരെ ക്വസ്റ്റ്യനെയർ മെത്തേഡ് കൊണ്ട് സാധിക്കും. അതായത് എനർജിയുടെ നമുക്ക് അവിടെ നേരിട്ട് പോയി അന്വേഷിക്കാനുള്ള ആരോഗ്യമില്ലായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയമില്ല, പൈസ ഇല്ല, അങ്ങനെയുള്ളൊക്കെ സാഹചര്യം വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ ഇതിന് അതിൻ്റെതായിട്ടുള്ള നഷ്ടമുണ്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതിലൊന്ന് പറയുന്നത് ഈ പണത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ പോസ്റ്റലായിട്ടൊക്കെ വ്യക്തികൾക്ക് ക്വസ്റ്റ്യനെയർ അയക്കുമ്പോൾ അതിനൊക്കെ ഒരു ചെലവ് വരും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ അയാൾക്ക് അയച്ചാൽ അയാൾ ചിലപ്പോൾ അത് തിരിച്ചയക്കണം എന്നില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം. കാരണം ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കേണ്ടത്. എസ്പെഷ്യലി ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ റെസ്പോണ്ടന്റ്, നമ്മൾ ആരിൽ നിന്നാണോ വിവരം ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം ആരിൽ നിന്നാണോ വിവരം ശേഖരിക്കേണ്ടത് അവര് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകണമെന്ന് ഇല്ല. ദെൻ നമുക്ക് ഈ ഒരു രീതിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും.
ഇനി സെക്കൻഡറി ഡാറ്റ, ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ആ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ് ഏതൊക്കെയാണ്? ബ്രോഡ്ലി ദർ ആർ ടു സോഴ്സസ്, പബ്ലിഷ്ഡ് ഡാറ്റ ആൻഡ് അൺപബ്ലിഷ്ഡ് ഡാറ്റ. സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പബ്ലിഷ്ഡ് ഡാറ്റയും ഉണ്ട്, അൺപബ്ലിഷ്ഡ് ഡാറ്റയും ഉണ്ട്. ഇനി എന്താണ് പബ്ലിഷ്ഡ് സോഴ്സസ്? There are certain agencies which collect the data and publish them in the form of either registered reports. These agency sources are known as published sources of data. അതായത് ചില ഏജൻസികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യും. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജനസംഖ്യാ നിരക്ക്, അങ്ങനെ പല പല സംഘടനകളും അല്ലെങ്കിൽ ഏജൻസികളും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഡാറ്റകൾ കളക്ട് ചെയ്ത് വെക്കും. അത്തരം ഒഫീഷ്യലായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത്തരം സോഴ്സസുകളെയാണ് പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ സം ഓഫ് ദ പബ്ലിഷ്ഡ് സോഴ്സസ് ആർ, ഇന്ത്യയിൽ അങ്ങനെ ചില പബ്ലിഷ്ഡ് സോഴ്സസുകളുണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO, National Sample Survey Organization NSSO, Reserve Bank of India, Labor Bureau, Population Census, Papers and Magazines. അപ്പൊ ഈ സോഴ്സസുകളിൽ നിന്നൊക്കെ നമുക്ക് രാഷ്ട്രത്തെ സംബന്ധിച്ച പല കാര്യങ്ങളിലും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നേടാൻ സാധിക്കും. ഇപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തെ ജനസംഖ്യയും സ്ത്രീ പുരുഷ അനുപാതം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു CSO NSSO പോലെയൊക്കെയുള്ള ഓർഗനൈസേഷന്റെ സർവേകളിൽ നിന്നും നമുക്ക് വേണ്ട ഡാറ്റകൾ കളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ധനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും RBI പല രീതിയിൽ ഡാറ്റകൾ കളക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് പേപ്പേഴ്സ് മാഗസീൻ, ഒഫീഷ്യലായിട്ടുള്ള പേപ്പേഴ്സും മാഗസീനും ഉണ്ട്. അല്ലാത്തതിൽ നിന്നൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റകൾ നമ്മളുടെ പഠനത്തിന് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് അതെടുത്ത് പഠിക്കാൻ സാധിക്കും. അൺപബ്ലിഷ്ഡ് സോഴ്സസ്. Secondary data also available from the unpublished sources because all statistical data is not always published. For example, information recorded in various government and private offices, study centers, etc. അതായത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് പബ്ലിഷ്ഡ് സോഴ്സ്, ഓൾറെഡി കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത സോഴ്സസ് നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അല്ലാതെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ചില സ്കൂളുകൾ, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഡാറ്റകൾ കളക്ട് ചെയ്യും. പക്ഷെ അവ കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡാറ്റകളല്ല. അവ ചിലപ്പോൾ അവർ കൃത്യമായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അത്തരം ഡാറ്റകളും നമുക്ക് കണ്ടെത്തി നമ്മുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് ചില ഡാറ്റകൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും ജേർണൽസിൽ, പേപ്പേഴ്സിൽ, അല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യലി ഇന്റർനെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരം ഡാറ്റകൾ കിട്ടും. അതാണ് പബ്ലിഷ്ഡ് സോഴ്സസ്. ചിലത് നമ്മൾ അത്തരം ഓഫീസുകളെ, അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ഓഫീസ്, ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ചില സ്കൂളുകളിലൊക്കെ നമ്മൾ നേരിട്ട് ചെന്ന് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അതായത് അവർ മറ്റൊരു ഘടകം വഴിയും അത് പബ്ലിഷ് ചെയ്തിരിക്കണം എന്നില്ല. അതാണ് നമ്മൾ അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പബ്ലിഷ് ആയിട്ടും അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സസുകൾ ഉണ്ട്.